ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുബീസ് കിച്ചൺ. ഇന്നിതാ ഞാനൊരു ഫ്രൈഡ് റൈസ് വീഡിയോയുമായിട്ടാണ് വന്നത്. നിങ്ങൾ എൻ്റെ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാകും. ഞാനൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ ചുരുക്കം പേർക്ക് അറിയാത്തുള്ളൂ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നേക്കരുത്. ഫ്രൈഡ് റൈസിനുള്ള റൈസ് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളച്ച ശേഷം 1 സ്പൂണ് ഉപ്പും 1 സ്പൂണ് ഓയിലും കൂടി ചേർത്തു. ഇതിലോട്ട് 2 കപ്പ് റൈസാണ് ഞാനിവിടെ തയ്യാറാക്കിയത്. 2 കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി ഈ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റൈസ് ഒരു 80% മാത്രം കുക്കായി മതിയാകും. ഒരുപാട് വെന്ത് പോയാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല, ഉടഞ്ഞു പോയിട്ടുണ്ടാകും റൈസെല്ലാം. ഇതൊരു 80% റൈസ് ഒന്ന് കുക്കായി വന്നപ്പോൾ ഞാനതൊന്ന് വെള്ളം ഒന്ന് വാർക്കാൻ വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് പച്ചക്കറി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു കടായി വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം ഒരു 4 അല്ലി വെളുത്തുള്ളി ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി നമുക്ക് വെജിറ്റബിൾസും കൂടി ചേർക്കാം. ഞാനിവിടെ ചെറിയ 2 ക്യാപ്സിക്കം, ഒരു 3 ക്യാരറ്റും നന്നായി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. അടുത്തതായി ഞാൻ ചേർക്കുന്നത് കാബേജും സവാളയുമാണ്. ഒരു വലിയ സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തതും ഒരു കാബേജിൻ്റെ പകുതിയും കൂടി ചെറുതായി കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബീൻസോ സ്പ്രിംഗ് ഓണിയനോ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർക്കാം. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. നമ്മൾ റൈസ് കുക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം നമുക്ക് ചേർക്കാൻ. വെജിറ്റബിൾസ് ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്കിതാ വേറൊരു പാനിലോട്ട് മുട്ടയും കൂടി ഒന്ന് ഉടച്ചെടുക്കാനുണ്ട്. മുട്ട ഒന്ന് ചിക്കിയെടുക്കണം. അതിനായി ഞാനിവിടെ പാനിലോട്ട് എണ്ണ ഒഴിച്ച ശേഷം ഒരു 3 മുട്ട ഒന്ന് ഉടച്ച് വീത്തുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ചിക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ മുട്ടയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ആ മുട്ടയിലോട്ട് 1 ടീസ്പൂണും കൂടി ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്കിതെല്ലാം ഒന്ന് നമ്മുടെ വെജിറ്റബിൾസിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് തന്നെ ഒന്ന് ഞാൻ വഴറ്റിയെടുത്ത് ഫ്രൈഡ് റൈസിനുള്ളതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് 1 സ്പൂണ് വിനീഗറാണ്. അതും കൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു. അടുത്തതായി നമുക്കിതിലോട്ട് സോയാ സോസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് എടുത്തിട്ടുണ്ട്. അതും ഇതിലോട്ട് ഒഴിക്കാം നമുക്ക്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് സോസ് കൂടുതലായിട്ട് വേണമെങ്കിൽ, ഫ്രൈഡ് റൈസിന് കളർ കുറച്ചും കൂടി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഒഴിക്കാം. അല്ല, കളർ ഒരുപാട് ഇഷ്ടമല്ലെങ്കിൽ സോസിൻ്റെ അളവ് കുറച്ചാൽ മതിയാകും. എന്നാൽ അതിലോട്ട് ആ മുട്ടയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച റൈസും കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. റൈസ് വെള്ളം വാർത്ത ശേഷം നേരെ ഡയറക്റ്റായിട്ട് ഇതിലോട്ട് ചേർക്കരുത്. വെള്ളം ഒന്ന് വാർത്ത ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് ആ റൈസെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് ചൂടാറിയ ശേഷം മാത്രമേ ഈ ഫ്രൈഡ് റൈസിലോട്ട് ചേർക്കാൻ പാടൂ. ഇന്ന് ഞാനിവിടെ റൈസെല്ലാം ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മുടെ റൈസ് ഓവർ കുക്കായ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് കിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ട് ഒരു 1.5 ടീസ്പൂൺ നെയ്യും കൂടി ഒന്ന് ചേർക്കാം. ഇതിന് മുകളിലായിട്ട് ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണ് നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. നെയ്യും ചേർത്ത ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റാം. ഫ്രൈഡ് റൈസ് ഓവർ കുക്കായാൽ ഇതുപോലെ വഴറ്റാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ആവണം. ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. നിങ്ങൾക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത്.